ഈ കള്ളക്കേസ് എവിടെ എത്തൂല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇത്ര അതീവ ഗുരുതരാവസ്ഥയിൽ കഴുത്തിന് പരിക്കേറ്റ ഒരാളെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റ വാചകം മാത്രം, മീശ പഠിക്കാതെ മൂക്കിന് ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന് ചോദിച്ച ലോജിക്ക് ആ തരത്തിൽ ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാചകം മാത്രം പറയുന്നു. അതീവ ഗുരുതരാവസ്ഥയെ മന്ത്രി തന്നെ നേരിട്ട് പരിഹസിക്കാൻ തയ്യാറാവരുതായിരുന്നു. ഇനി മന്ത്രി എവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെ എത്തിയിട്ടില്ല, എവിടേക്കാ പോയി എന്നുള്ളതിന്റെ ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കുക. FIR ഇപ്പൊ CPM-ന്റെ ഭാവനയാണ്, അതല്ലാതെ അത് ശരി ഒരിക്കലും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടല്ല. CPM-ന്റെ ഭാവനയാണ് ഇത്തരം കേസുകളിലെ FIR. വധശ്രമത്തിന് കേസെടുക്കുന്ന DGP പാർട്ടി സെക്രട്ടറി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഗോവിന്ദമാഷ് പറഞ്ഞിട്ടില്ല, കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ അത്ര ഗോവിന്ദമാഷ്ക്ക് വിവരം കിട്ടിയത്. ആരാ തിരിച്ചേ? ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. എവിടെയാ തിരിച്ചേ? എന്നിട്ട് പാർട്ടി സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനം അത് FIR-ലെ ഭാവന തിരക്കഥ എഴുതുന്ന പോലെ എഴുതി ചേർക്കുന്ന പോലീസ്. ഒരു കാര്യം ഞങ്ങൾ ഇന്ന് കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാൻ ആഗ്രഹിക്കുന്നു. CPM ചെയ്യുന്ന പോലെ ബോംബെറിയും ഭീഷണിപ്പെടുത്തും കൊല്ലുന്നൊന്നും പറയാൻ ഞങ്ങൾ ആളല്ല, ഞങ്ങളുടെ ശൈലിയും അതല്ല. പക്ഷെ ഭരണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല. ജനങ്ങൾ തീരുമാനിച്ചാൽ ഭരണം മാറും. ഭരണം മാറിയാൽ ഈ പറയുന്ന കള്ളപ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിൽ പോലീസ് ഇങ്ങനെ മാറ്റിയ ഉദ്യോഗസ്ഥർ അക്കൗണ്ടബിൾ ആയിരിക്കും. അവർ മറുപടി പറയേണ്ടി വരും. അവർ ഉത്തരവാദിത്വമുള്ളവരായിരിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു മര്യാദ വേണം. CPM എന്തെങ്കിലും പത്രസമ്മേളനം വിളിച്ച് പറയുമ്പോൾ അവരുടെ ഭാവനയിൽ എന്തെങ്കിലും വിരിയുമ്പത്തിന് അത് അതേപടി പകർത്താനുള്ളതല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഈ ദൃശ്യങ്ങളെങ്കിലും പരിശോധിക്കണം. ഞാൻ അത് വേണ്ട, അവർ 10-35 ആൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവർക്കറിയാലോ അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. MV ജയരാജനെപ്പോലുള്ള നേതാക്കന്മാർ അതിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഒരു കറുത്ത കഷ്ണം കിട്ടിയപ്പോ അതൊരു കച്ചിത്തുരുമ്പായിട്ട് പിടിക്കാൻ നോക്കിയതാ. ദാ കണ്ടു, കറുത്ത തുണിയും കൊണ്ട് കഴുത്തിന്റെ അടുത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ അത് ഗൺമാന്റെ ബാഗിന്റെ വള്ളി ഉണ്ട് അതിനകത്ത്. ആ ക്യാപ്സ്യൂളും പൊളിഞ്ഞു പോയി. ഈ കനകോലുവിന്റെ തിരക്കഥയനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ നടന്നത് എന്നാണ് CPM പറയുന്നത്. നല്ല പ്രയാസമുണ്ടോ? എങ്ങനെയാണോ നല്ല പ്രയാസമുണ്ടോ ചോദിക്കുക. അല്ല, കനകോലുമാണോ മന്ത്രിയോട് ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്? അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ ഗോവിന്ദമാഷോട് ഇത് പറഞ്ഞത്? ഇതിനകത്ത് തിരക്കഥ ഉണ്ടായത് എവിടെയാ? KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു, കരിങ്കൊടി കാണിച്ചു, അവരവരുടെ സമരം ചെയ്തു. തിരക്കഥ പിന്നെയല്ലേ ഉണ്ടായത്? വധശ്രമം ഉണ്ടായത് പിന്നെയല്ലേ? പരിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്, ഗുരുതരാവസ്ഥയിലാവുന്നത്. അപ്പൊ അത് ഏത് ഗോലുവാണ് എന്നുള്ളത് ഈ തിരക്കഥയൊക്കെ നിർദ്ദേശിച്ചു കൊടുത്ത ഗോലു ഏതാണെങ്കിലും ആ ഗോലുവിനോട് നന്ദി കേരളത്തിലെ ജനങ്ങളുടെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും പേരിൽ അറിയിക്കുകയാണ്. നിരന്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതിനെ കുറച്ചും കൂടെ ഗൗരവത്തോടെ കാണാൻ ആഗ്രഹിക്കാൻ ഞാൻ കേസി. അത് പ്രതിച്ഛായയുടെ മാത്രം പ്രശ്നമല്ല. രണ്ടാളുകൾ ഒരു കോഴിക്കോട്ടെ ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയിൽ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി ഉണ്ടല്ലോ, ഹർഷിന, അതുപോലെ വിനോദിനിയുടെ അമ്മ, അവരുടെ രണ്ടുപേരുടെയും പ്രതികരണം കേരളം ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കേവലം പ്രതിച്ഛായയുടെ പ്രശ്നമല്ല. എന്റെ കുട്ടി അനുഭവിച്ച വേദന കൊതുകടിച്ചാലൊന്നും ഉണ്ടാവില്ല എന്ന അമ്മയെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നത് ആ കുട്ടിയുടെ വേദന തിരിഞ്ഞു നോക്കാത്ത സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പേരിലാണ്. ചികിത്സാ പിഴവ് കൊണ്ട് മാത്രം മുറിച്ചു മാറ്റിയ ഒരു കൈ അത് തിരിച്ചു വെച്ചുകൊടുക്കാൻ പോലും താല്പര്യമില്ലാത്ത ആളുകൾ. സത്യം പറഞ്ഞാൽ സ്വന്തം PR വർക്കിന്റെ അടിമപ്പെട്ടു പോയ മന്ത്രിസഭയും മന്ത്രിമാരുമാണ് ഇവിടെയുള്ളത്. അവര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന PR വർക്കിൽ അവര് തന്നെ പെട്ടുപോയിരിക്കുക. ആ കയ്യ കുട്ടിക്ക് രണ്ടാമത് വെച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ പോലും ഒരു താല്പര്യം എടുക്കാതെ, അല്ലെങ്കിൽ ഉഷ എന്ന് പറയുന്ന ചേച്ചി സഹോദരി അവരനുഭവിക്കുന്ന വേദന. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട്ട് അവരുടെ പ്രതികരണം എന്തായിരുന്നു? മുദ്രാവാക്യം വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ കഴുത്തുളിക്കിയ മന്ത്രി. അവരങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. ഞാൻ എല്ലാ പ്രതിച്ഛായ ചർച്ചകൾക്കും അപ്പുറത്തേക്ക് ആ വീഴ്ചകളിൽ ആളുകൾക്കുണ്ടായ വേദന അത് മനസ്സിലാക്കാൻ മന്ത്രി തയ്യാറാണ്. അവരുടെ പ്രതികരണങ്ങൾ കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. എന്താ സംശയം? ജനാധിപത്യ രീതിയിലുള്ള സമരം തുടരും. ഞങ്ങൾ ഏതെങ്കിലും ആളുകളെ പരിക്കേൽപ്പിച്ചോ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ ഏതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചത് നിങ്ങൾ കണ്ടോ? മുദ്രാവാക്യം വിളിച്ചു, കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിക്കുന്ന സമരത്തെ സംബന്ധിച്ച്
പണ്ടത്തെ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയൊക്കെ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ലൈവായിട്ടുണ്ടല്ലോ.